ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അതായത് ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് ഉണ്ടല്ലോ, അതിന് രണ്ട് സൈഡും എൻഡും എന്താണ്, ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ട്യൂബ്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ഈ ട്യൂബിന് ഒരു മെറ്റൽ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ടോട്ടൽ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെറ്റൽ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ആവും വരിക, അങ്ങനെ ആവും വരിക, കണ്ടോ. അതായത് ഇതാണ് ഇപ്പോൾ ആ മെറ്റൽ ഷീറ്റ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെറ്റൽ ഷീറ്റ് കൊണ്ട് അതിന് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് എന്താണ്, 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ, ഔട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റൽ ഷീറ്റ് അടക്കി കൂട്ടിയുള്ള ടോട്ടൽ ഡയമീറ്റർ അതെന്താണ്, 16 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ടർ റേഡിയസ് എന്ത് വരും, ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്ത് വരും, 8 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ഔട്ടർ റേഡിയസ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്നർ റേഡിയസ് എന്താണ് വരിക, ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം അല്ല. ഇതിൻ്റെ തിക്നെസ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് എന്ത് വരും, ഇന്നർ റേഡിയസ് 6 സെൻറ്റിമീറ്റർ വരും. അതവിടെ എഴുതിയിട്ടുണ്ട്, ഹൈറ്റും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് കാണാനുള്ളത്, ഈ മെറ്റൽ ഷീറ്റിൻ്റെ വോളിയമാണ് കാണാനുള്ളത് അല്ലേ. എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ അത് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നല്ല ചോദിച്ചത്. ആ മെറ്റൽ ഷീറ്റിൻ്റെ വോളിയം കാണണമെങ്കിൽ ഈ ടോട്ടൽ ഇതിൻ്റെ വോളിയം കണ്ടിട്ട് നമ്മളെ ട്യൂബിൻ്റെ ഈ വോളിയം അങ്ങ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്കതിൻ്റെ വോളിയം കിട്ടും, എന്തിൻ്റെ, മെറ്റൽ ഷീറ്റിൻ്റെ വോളിയം കിട്ടും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഇതിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ് വരിക, വോളിയം ഓഫ് സിലിണ്ടർ. ഓക്കെ, വോളിയം ഓഫ് സിലിണ്ടർ അല്ല, വോളിയം ഓഫ് സിലിണ്ടർ കവേർഡ് മെറ്റൽ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ എന്താണ് വരിക, അതിൻ്റെ ഔട്ടർ വോളിയം അതെന്താണ് വരിക, വോളിയം ഓഫ് ഔട്ടർ എന്താണ് വരിക, πr²h അല്ലേ. r² എന്താണ്, ഔട്ടർ റേഡിയസ് ആണ്, മൈനസ് πr²h അതെന്താണ്, ഇന്നർ റേഡിയസ് ആണ്. ഇതിലെന്ത് ചെയ്യാം, പൈയും എച്ചും രണ്ടിലും കോമൺ ആണല്ലേ. അപ്പോൾ അവരെ രണ്ടാളും നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം അല്ലേ. ബാക്കി എന്തുണ്ട്, ഇന്നർ റേഡിയസ് മൈനസ് ഔട്ടർ റേഡിയസ് അല്ലേ. നമുക്കിതിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂസൊക്കെ കൊടുത്തു നോക്കാം. ഓക്കെ, പൈൻ്റെ വാല്യൂ എന്താണ്, ഓക്കെ, അപ്പോൾ പൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, 3.14 കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് നമുക്ക് 22/7 വേണമെങ്കിലും കൊടുക്കാം. നമുക്കിപ്പോൾ 3.14 എടുത്ത് ആദ്യം ചെയ്ത് നോക്കാം. പിന്നെ ഹൈറ്റ് 100 ആണ്. പിന്നെ എന്താണ്, r² എന്താണ്, 8² മൈനസ് 6² അല്ലേ. ഔട്ടർ റേഡിയസ് 8ഉം ഇന്നർ റേഡിയസ് 6ഉം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, 3.14 × 100. ഇത് നേരെ ഡയറക്റ്റ് ആയിട്ട് 8 - 6 2² ചെയ്തിട്ട് അപ്പോൾ തെറ്റി പോവേ. അപ്പോൾ എന്താണ്, 64 മൈനസ് 36 അല്ലേ. ഇതെന്താണ് വരിക, 28 ആണ് വരിക. 3.14 × 100 × 28 അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3.14 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്ത് ചെയ്യും, ആ പോയിൻ്റ് ഒഴിവായി പോകും അല്ലേ. അപ്പം 314 × 28 അല്ലേ. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരിക, 8792 ആണ് എന്ത് വരിക, 92 മീറ്റർ ക്യൂബ്. ഓക്കെ, 8792 മീറ്റർ ക്യൂബാണ് എന്ത്, നമ്മളെ ഈ മെറ്റൽ ഷീറ്റിൻ്റെ വോളിയം വരിക അല്ല, മെറ്റൽ ഷീറ്റിൻ്റെ അല്ല, അതെ, മെറ്റൽ ഷീറ്റിൻ്റെ വോളിയം കിട്ടുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പൈക്ക് നമ്മൾ 22/7 അടുത്തതെന്ന് വിചാരിക്കുക. അത് വേറെ വഴിയാണ് കേട്ടോ. അപ്പോൾ ഉത്തരം തെറ്റി നിങ്ങൾ വിചാരിക്കരുത്. പൈക്ക് നമ്മൾ എന്ത് ചെയ്യുക, 22/7 ആണ് എടുത്തത്, ഇൻറ്റു 100 ഇൻറ്റു 28. 6² - 8² - 6² 28. അപ്പോൾ എന്ത് ചെയ്യാം, ഈ 7നെയും 28നെയും നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിയിട്ട് 4 ആക്കാം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, 22 × 100 × 4 400 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുക അറിയാം, 8800 മീറ്റർ ക്യൂബ്. അപ്പോൾ ഇതും വ്യത്യാസമല്ലേ, പക്ഷെ അത് നിങ്ങളെന്ത് ചെയ്യരുത്, വലിയ വ്യത്യാസമല്ലേ, ചെറിയൊരു വ്യത്യാസം. 8000 അതിപ്പോൾ ഒരു 8800 അടുത്തില്ലേ, ഒരു 8ൻ്റെ കുറവല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്, നമ്മളെടുത്ത പൈൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് അങ്ങനെ വന്നത്, അല്ലാതെ നമ്മളെ തെറ്റല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെ പൈൻ്റെ വാല്യൂവിനനുസരിച്ച് ഇതിന് വ്യത്യാസം ഉണ്ടാവും.